Assalamualaikum warahmatullahi wabarakatuh. Waalaikumsalam warahmatullahi wabarakatuh. Alhamdulillah. الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في دورة ثانية من الدورة الثالثة وقسم الثاني منها. ഖുർആൻ പഠനത്തിനുള്ള പോയുടെ കീഴിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയുടെ 3ാം സെമസ്റ്റർ 2ാം ഭാഗത്തിലാണ് ഉള്ളത്. എവിടെ നിർത്തിയിരുന്നു നമ്മള്? المدرس عليك وعليه السلام. جزاء الله. وعليك عليه السلام. عليكم عليه السلام. عليك وعليه السلام. ജസാഹുല്ലാഹു ഖൈറൻ എന്നൊരു പദം. അത് നാടൻ ശൈലികളാണ്. ജസാഹുല്ലാഹു ഖൈറൻ എന്താണ്? നമ്മൾ ജസാഖുല്ലാഹു ഖൈറൻ എന്ന് പറയുമ്പോൾ താങ്കൾക്ക് അല്ലാഹ് പ്രതിഫലം നൽകട്ടെ. ജസാഹുല്ലാഹു ഖൈറൻ എന്ന് പറഞ്ഞാൽ ആരാണോ സലാം പറഞ്ഞയച്ചത് ആ ആൾക്ക്, തേർഡ് പാർട്ടി. ജസാഹുല്ലാഹു ഖൈറൻ, അല്ലാഹ് അദ്ദേഹത്തിനും പ്രതിഫലം നൽകട്ടെ. إذا كتبت عليه فبلغه تحياتي. إذا كتبت إليه, നീ അദ്ദേഹത്തിന് എഴുതിയാൽ ഫബല്ലഗഹു, ബല്ലഗ സബ്ബഹ ഗ്രൂപ്പാണ്. ബലഗ എത്തി, ബല്ലഗ എത്തിച്ചു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും പ്രാർത്ഥിക്കും അല്ലാഹുമ്മ ബല്ലഗന റമദാൻ, റമദാനിൽ എത്തിച്ചേരണമെന്ന്. ഹദീസ് സഹീഹാണോ ഇല്ല എന്നുള്ള വേറെ കാര്യം. നമ്മൾ അങ്ങനെ എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാവുന്നതാണ്, പ്രാർത്ഥിക്കാവുന്നതാണ്, കുഴപ്പമില്ല. പക്ഷെ അത് അങ്ങനെ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു ഹദീസ് ഇല്ലെന്നാണ്. ഹദീസ് ദുർബലമോ അങ്ങനെ എന്തോ സംഭവം പറയുന്നു. എന്തായിരുന്നാലും അത് വേറെ വിഷയം. അപ്പൊ ബലഗ എത്തി, ബല്ലഗ എത്തിച്ചു, ബലഗ പ്രായപൂർത്തിയായി എന്ന് പറയാം. അതേസമയം ബല്ലഗ എന്ന് പറയുമ്പോൾ എത്തിച്ചു, സബ്ബഹ ഗ്രൂപ്പായി. ഫബല്ലിഗ്ഹു, അദ്ദേഹത്തിന് എത്തിക്കണം അഥവാ അദ്ദേഹത്തെ അറിയിക്കുക. തഹിയ്യാത്തി, തഹിയ്യാത്ത് എന്താണ്? നമ്മള് എല്ലാ ദിവസവും പറയാത്താണോ? അത്തഹിയ്യാത്ത്. അപ്പൊ തഹിയ്യാത്തി, എന്റെ അഭിവാദ്യങ്ങൾ അദ്ദേഹത്തിന് അറിയിക്കുക. തഹിയ്യാത്ത് എന്ന പ്രയോഗം സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ള ഒരു, സ്പോക്കണിൽ ഉപയോഗിക്കാവുന്ന, സംഭാഷണത്തിലൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു സംഭവമാണ്. സംഭാഷണത്തിലല്ല, കത്തിടപാടുകളിലൊക്കെ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് തഹിയ്യത്തുൻ, തഹിയ്യാത്തിനൊക്കെ. നമ്മൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതോടൊപ്പം അതോടൊപ്പം അത് കൂടാതെയോ പറയും. കത്തെഴുതുമ്പോൾ തഹിയ്യത്തൻ ത്വയ്യിബത്തൻ വബഅദ് എന്നാണ്. അപ്പൊ നമ്മൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നൊക്കെ പറയുമ്പോൾ ലഫ്ള് ജലാലത്ത് എഴുത്തിൽ വരും. അപ്പൊ എഴുതിയ പേപ്പറൊക്കെ ചുരുട്ടിക്കൂട്ടി കളയുമ്പോൾ അത് അനാദരിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ലഫ്ള് ജലാലത്ത് എഴുത്തിൽ ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കാതെ ഉള്ള വഴിയാണ് തഹിയ്യത്തൻ ത്വയ്യിബത്തൻ വബഅദ്. എഴുത്തിലൊക്കെ വരുമ്പോഴത്തേക്ക് പ്രിന്റ് ചെയ്യുന്നു, പിന്നെ ടാക്സി ചെയ്യുന്നു, അങ്ങനെ പലരും പല സ്ഥലത്തും എത്തും. അത് അനാദരിക്കപ്പെടും. എന്തുകൊണ്ട് എന്ത് ചെയ്യും? ലഫ്ള് ജലാലത്ത് ഒഴിവാക്കിയുള്ള ശൈലിയാണ് പലപ്പോഴും പലരും ഉപയോഗിക്കാറ്. അപ്പൊ അത് ഉള്ള ഒരു ഉപാധിയാണ് എന്ത്? തഹിയ്യത്തൻ ത്വയ്യിബത്തൻ വബഅദ് എന്ന് പറയും. കത്തെഴുതുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നതിന് പകരം തഹിയ്യത്തൻ ത്വയ്യിബത്തൻ, നല്ല അഭിവാദ്യം, വബഅദ് അതിനുശേഷം എന്ന് പറഞ്ഞിട്ടാണ് എഴുതി തുടങ്ങുന്നത്. അപ്പൊ അത് ടൈപ്പ് റൈറ്റിങ്ങിലും അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. അതിൽ ഒരു പ്രയോഗമാണ് പറഞ്ഞത്.
ബല്ലഗുഹു അദ്ദേഹത്തിന് അറിയിക്കണം തഹിയാത്തി എന്റെ അഭിവാദ്യങ്ങൾ. നഖ്റഉ ലന ഹദീസൻ. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടെ പറയാണ്. ഇദാ കതബത ഇലൈഹി ഫബല്ലഗുഹു. അതെന്താ നമ്മൾ നിയമം പഠിച്ചത്? ഇതാ ഇതാ എന്താണ്? ഇതാ ഹർഫ് ഷർത്താണ്, അല്ലെങ്കിൽ അദാത്ത് ഷർത്താണ്. പിന്നെ അതിനുശേഷം വരുന്നത് മോസ്റ്റ് പ്രോബബിളി മാളി ആയിരിക്കും, എന്നാൽ അത് ഭാവിയിലെ അർത്ഥമായിരിക്കും ഉണ്ടാവുക. പിന്നെ അതിന്റെ ജവാബിന് എന്ത് വേണം? ജവാബിന്റെ കൂടെ ഷാ വരും. എപ്പോഴും അംറ് നഹി ഇസ്തിഫ്ഹാം ആണെങ്കിൽ ഷാ വരും. അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ പറഞ്ഞായിരുന്നല്ലോ, അത് നാമവാക്യമാണെങ്കിലും അതില് ഷാ വരും. ഇവിടെ എന്താണ്? അംറ് നഹി ഇസ്തിഫ്ഹാം, അംറാണ് ഇവിടെ. അങ്ങനെയാണ് ഷാ വന്നത്. ഫബല്ലഗു ഇദാ ജാഅ നസ്റുല്ലാഹി ഫസബ്ബിഹ്. നമ്മൾ ഈ വായിക്കുമ്പോഴത്തേക്കും നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മിക്കണം. നഖ്റഉ ലന, അപ്പൊ അത് ഭാവിയിലാണ് അതിന്റെ അർത്ഥം വരിക, പക്ഷെ മാദിലായിരിക്കും അതിന്റെ പ്രയോഗം വരിക. ഇദാ കതബത ഇലൈഹി, നീ അദ്ദേഹത്തിന് എഴുതിയാൽ, ഫീച്ചർ ഫബല്ലഗുഹു, അപ്പോൾ നീ അദ്ദേഹത്തിന് അറിയിക്കണം തഹിയ്യത്തി, എന്റെ അഭിവാദ്യം. തഹിയ്യത്തുൻ അഭിവാദ്യം, തഹിയ്യാത്ത് അഭിവാദ്യം. നഖ്റഉ ലന ഹദീസൻ. നഖ്റഉ ലന, നമുക്ക്, നാം വായിക്കുന്നു എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് റീഡ് എന്ന് പറയുന്ന അർത്ഥമാണ്. നമുക്ക് വായിക്കാം. നഖ്റഉ ലന ഹദീസൻ. യക്തബു അല സബൂറത്തി, അദ്ദേഹം എന്ത് ചെയ്യാണ്? ബോർഡിൽ എഴുതുന്നു. മുദരിസ് ബോർഡിൽ എഴുതുകയാണ്. യഖ്റഅഹു യാ ഉസാമ, ബോർഡിൽ എഴുതിയിട്ട് എന്ത് ചെയ്തു? വായിക്കാൻ പറഞ്ഞു. യഖ്റഅഹു യാ ഉസാമത്ത്, ഉസാമ വായിക്കൂ. ഉസാമ അൻ ഉസ്മാന റളിയല്ലാഹു അൻഹു ഖാൽ. എന്തുകൊണ്ടാ ഉസ്മാന വന്നത്? ഗൈറു മുൻസരിഫ്. ഗൈറു മുൻസരിഫ്. നമ്മളിപ്പോ ചിലപ്പോ ഹദീസൊക്കെ വായിക്കും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, മാനിയല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. പക്ഷേ ഇബിന് എന്ത് ചെയ്യണം? കെസ് കൊടുക്കണം. ഉസ്മാന ദീനി. കാരണം എന്താ? ഉസ്മാനിന് ബദലാണ് ഇബിന് വരുന്നത്. അപ്പോ ഉസ്മാനിന് യഥാർത്ഥത്തിൽ ജെറ ഉള്ളത്. അപ്പൊ ആ ബദൽ വരുമ്പോ ഇബിനിന് കെസ് കൊടുക്കണം. ഇബിനിന്റെ നീക്ക് കെസ് കൊടുക്കണം. ബിനി അഫ്ഫാന റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് എവിടെയാണ് അതിന്റെ ഊന്നൽ? അൻ ഉസ്മാന റളിയല്ലാഹു അൻഹു ഖാൽ. ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞത് കാലക്കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആൾക്കാർ വായിച്ചു. രണ്ട് കാലക്കാലം ഒരുമിച്ച് പറയുമ്പോൾ കേൾക്കുന്ന ഒരു സുഖം തോന്നും. അൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖാൽ. അപ്പൊ യഥാർത്ഥത്തിൽ അൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന ഒരു ഭാഗമാണ്, ഖാൽ രണ്ടാം ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് നിവേദനം ചെയ്യുന്നത്. ആര്? ഈ റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി, അല്ല റിപ്പോർട്ട് ചെയ്യുന്ന പണ്ഡിതൻ. ഇമാം ബുഖാരിയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഇമാം ബുഖാരി പറയുകയാണ്, എന്ത് ചെയ്യുന്നു? ഞാനിത് ഉദ്ധരിക്കുന്നു അൻ ഉസ്മാന, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നുമാണ് ഞാൻ ഉദ്ധരിക്കുന്നത് എന്നാണ് ഇമാം ബുഖാരി പറയുന്നത്. അങ്ങനെയാണ് ഹദീസിന്റെ തുടക്കത്തിൽ അൻ ഉസ്മാൻ അൻ വരുന്നത്. അത് ഹദീസ് ഉപയോഗിക്കുന്നതിന്റെ ശൈലിയാണ്, അതിന്റെ പ്രയോഗമാണ്. ഹദീസിന്റെ ടെർമിനോളജി നോക്കിയാൽ മനസ്സിലാവും. പിന്നെ പറയുന്നത് എന്താ? ഖാൽ. പിന്നെ ഇമാം ബുഖാരി തന്നെ പറയുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ വന്ന ബുഖാരി ഹദീസാണ്. ബുഖാരി തന്നെ പറയുകയാണ് ഖാൽ, അദ്ദേഹം പറഞ്ഞു, റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
പിന്നെ ഉസ്മാൻ അള്ളാഹു പറഞ്ഞതിന്റെ കോട്ടേഷനാണ്, കോട്ടിങ്ങാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു, അല്ലെങ്കിൽ പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖൈറുക്കും, നമ്മൾ മുമ്പ് അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിച്ചിട്ടുള്ളത്. ഖൈറുക്കും, നിങ്ങളിൽ ഉത്തമൻ. ഖൈറുക്കും, നിങ്ങളിൽ ഉത്തമൻ. മൻ തഅല്ലമ, ഒരുവനാണ്. മൻ, ഒരുവനാണ്. തഅല്ലമ, അവൻ പഠിച്ചു. അൽ ഖുർആന, ഖുർആനിനെ. തഅല്ലമയുടെ മഫ്ഊൽ ബിഹാണ് ഖുർആൻ. ഖുർആനെ പഠിച്ചു. വഅല്ലമഹു, അതിനെ അവൻ പഠിപ്പിക്കുകയും ചെയ്തു. അല്ലമ, പഠിപ്പിച്ചു. ഈ അല്ലമയും തഅല്ലമയും തമ്മിലുള്ള കണക്ഷൻ. അല്ലമ എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിപ്പിച്ചു. അതിന്റെ കൂടെ അതിനെ തദക്കറ ഗ്രൂപ്പാക്കിയാൽ, സർദ ഗ്രൂപ്പിനെ തദക്കറ ഗ്രൂപ്പാക്കിയാൽ എന്ത് സംഭവിക്കും? സ്വയം ചെയ്തു എന്നാവും. അല്ലമ, പഠിപ്പിച്ചു. തഅല്ലമ, സ്വയം പഠിച്ചു. അല്ലമ പഠിപ്പിച്ചു, തഅല്ലമ പഠിച്ചു. ഈ കണക്ഷൻ അറിയാൻ വേണ്ടിയാണ് ഈ ഉദാഹരണം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അൽ-മുദരിസ് റവാഹുൽ ബുഖാരി. അപ്പൊ ഇത് മറ്റൊരു ശൈലിയാണ്. ഹദീസ് പഠിക്കുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ. അതിലൊന്നാണെന്ത്? റവാഹുൽ ബുഖാരി എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഗ്രന്ഥകർത്താവ് പറയാണ്. ഏത്? നമ്മളിപ്പോ വായിക്കുന്ന ഗ്രന്ഥം ഏതാണോ ആ ഗ്രന്ഥത്തിന്റെ കർത്താവ് പറയാണ് റവാഹു, അതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആര്? അൽ ബുഖാരിയു. ബഹുമാന്യനായ ഇമാം മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ അൽ ബുഖാരിയു, ബുഖാറക്കാരനായ ഇമാം ബുഖാരി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അൽ-മുദരിസ് മൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു യാ അലി. മൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആരാണ് എന്ന്? ആരാണ്? അലി. യാ അലിയു. മൻ ഉസ്മാൻ എന്ന് പറഞ്ഞെടുത്ത് മൻ ഉസ്മാൻ എന്തായി? റഫ്ആയി. റളിയല്ലാഹു അൻഹു എന്നത് മാദിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതെന്താണ്? പ്രാർത്ഥന രൂപമാണ്. അലി ഹുവ സഹാബിയ്യുൻ ജലീലുൻ. ഇതെന്താണ്? ഈസ് എ ഗ്രേറ്റ് കമ്പാനിയൻ. സഹാബിയാണ്. കമ്പാനിയൻ, സഹാബി എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ശരിക്കും നമുക്ക് സഹാബിയു റസൂലില്ലാഹി എന്ന്, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അനുയായിയാണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ സഹാബിയും എന്നാണ് പറയുന്നത്. അതിന്റെ പ്രയോഗം. ഓ സഹാബിയും ജലീലുൻ, മഹാനായ ജലീൽ. അഹദുൽ ഖുലഫാഇ, അഹദുൽ ഖുലഫാഇ, അഹദു തുല്ലാബൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അഹദുൽ ഖുലഫാഇ, ഖലീഫമാരിൽ ഒരാളാണ്. എങ്ങനെയുള്ള ഖലീഫമാർ? അർ-റാഷിദീൻ, തന്മാർഗപ്രാപ്തരായ, തന്മാർഗം പ്രാപിച്ചവരായ. ഖിലാഫത്ത് എന്ത് ചെയ്തു? ഖിലാഫത്ത് മുലൂക്കിയ്യത്തിലേക്കും അങ്ങനെ വ്യതിചലനത്തിലേക്കൊക്കെ പോയപ്പോൾ പണ്ഡിതന്മാർ പിന്നെ പറഞ്ഞ പേരാണ് അൽ ഖലീഫത്തുർ റാഷിദ്, സന്മാർഗപ്രാപ്തരായ ഖലീഫമാർ, ഖലീഫ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ പ്രയോഗം പ്രസിദ്ധിയാർജിച്ചത്. അൽ ഖലീഫത്തുർ റാഷിദ് അൽ-അവ്വൽ അബൂബക്കർ സിദ്ദീഖ്, الثاني عمر بن الخطاب وعلي بن ابي طالب وعثمان رضي الله عنه وعلي بن ابي طالب. പിന്നെ ആരാ? മുആവിയ. അല്ല, ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഇവരാണ് ഖുലഫാഉർ റാഷിദുകൾ. മുആവിയ എന്ത് ചെയ്യുന്നില്ല? ഖലീഫത്തുർ റാഷിദായിട്ട് പറയുന്നില്ല. അപ്പോഴും നമ്മൾ ഇതിനെയൊക്കെ നിശ്ചിതമായി വിമർശിക്കും. ഖുലഫാകളെയൊക്കെ നമ്മൾ നിശ്ചിതമായി വിമർശിക്കും. നമുക്ക് അവരെന്ന് വിമർശിക്കാനുള്ള അവകാശമുണ്ട്. അത് വേറെ കാര്യം. നമ്മൾ അതിനേക്കാളും വലിയ വ്യക്തികളാണ് എന്ന് പറഞ്ഞാൽ അവരിൽ ഉണ്ടായിരുന്ന ചെറിയ സംഗതികൾ പോലും
എന്ത് ചെയ്തിരുന്നു? പണ്ഡിതന്മാർ അതിനെ നിശ്ചിതമായി പരിഗണിച്ചിരുന്നത് വ്യക്തമായി പരിഗണിക്കുകയും കാര്യമായി പരിഗണിക്കുകയും അവർ നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. അത് ഇസ്ലാമിൽ അനുവദനീയമ അല്ലാത്ത പല സംഗതികളും അല്ലെങ്കിൽ അഫലഷണീയമല്ലാത്ത പല സംഗതികളും അവരിൽ നിന്നും വന്നുപോയിട്ടുണ്ട്. എങ്കിലും നാം അറിയുന്ന പല രാജാക്കന്മാരുണ്ട്. ഇസ്ലാമിലെ ഖലീഫമാരിൽ അപ്പുറമുള്ള പല രാജാക്കന്മാരെ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഖലീഫമാരല്ലാത്ത ചരിത്രത്തിൽ അറിയപ്പെടുന്ന പല രാജാക്കന്മാരുണ്ട്. അങ്ങനെ അറിയപ്പെടുന്ന രാജാക്കന്മാരിൽ നിന്നുമൊക്കെ എത്രയോ മികച്ചവരാണ് അവർ. അതിന് നമ്മൾ ചരിത്രം വേറെ പഠിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് ഖലീഫമാര് പറയുമ്പോൾ ഖലീഫത്ത് റാഷിദ് അല്ലാത്തവരെല്ലാം എന്താണ്? അവരെല്ലാം ലഅനത്തുല്ലാഹി അലൈഹി പറയപ്പെടേണ്ടവരാണെന്ന് വിചാരിച്ചത്. അങ്ങനെയല്ല. എന്തായിരുന്നു? കൃത്യമായി ഭരിച്ചിരുന്നവരാണ്. അതിൽ ഒരുപാട് മാതൃകയുണ്ട്. അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതും പിന്നെ മാതൃകയാക്കേണ്ടതൊക്കെ സംഗതികളാണ്. അതുകൊണ്ടാണ് അവരെ അങ്ങനെ പറയുന്നത്. ഇവരുടെ പേരുകൾ ഒന്നുകൂടി പറയോ? അബ്ദുൽ അസീസ്. ആദ്യത്തെ 4 ഖലീഫമാരും അബൂബക്കർ സിദ്ദീഖ്, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, പിന്നീട് ഉമർ ബിൻ അബ്ദുൽ അസീസ്. ആദ്യത്തെ 4 ഖലീഫമാരും അത് കഴിഞ്ഞിട്ട് പിന്നീട് ഉമർ ബിൻ അബ്ദുൽ അസീസ്. സഹാബിയും സാഹിബും ഒരേ വാക്ക് തന്നെയാണോ? സാഹിബും സഹാബിയും ഒരേ വാക്ക് തന്നെയാണ്. പക്ഷെ പ്രവാചകന്റെ അനുയായികളെ സഹാബി എന്നാണ് നമ്മൾ പറയാറ്. സാഹിബ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ സഹാബിയെ പറയാൻ വേണ്ടി. ഇത് ഖാലലി സാഹിബിഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുഹയിലായിരിക്കും സന്ദർഭത്തിൽ, സൗർ ഗുഹയിലായിരിക്കും സന്ദർഭത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോ നബി തന്റെ സാഹിബിനോട് പറഞ്ഞെന്നാ പറഞ്ഞത്. ഇത് കാല ലി സാഹിബിഹി എന്ന്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറയാൻ വേണ്ടി സാഹിബ് എന്നാ വിളിച്ചത്. هو صاحب صحابي جليل. لماذا هو صحابي جليل واحد خلفاء الراشدين. أحد الخلفاء إضافة على أحد الخلفاء الراشدين. അതുകൊണ്ടാണ് അൽ ഖുലഫാഇന്റെ വിശേഷണമാണ് റാഷിദീൻ. അതുകൊണ്ടാണ് റാഷിദീൻ എന്ന്. റാഷിദൂൻ അവരെ റാഷിദീൻ എന്ന് അറിയപ്പെടുന്നത്. لماذا يقال له ذو النورين يا أستاذ؟ ഇതൊക്കെ പറഞ്ഞില്ലേ? അല്ല, അലി റളിയല്ലാഹു അൻഹുയുടെ ഒക്കെ പേര് അവരെല്ലാം അതാണ് ഖലീഫന്മാരാണ്. ഖലീഫമാര് ആദ്യത്തെ 4 ഖലീഫമാരിൽ പെട്ടല്ലേ അലിയുള്ള. അത് ഇപ്പം പേര് പറഞ്ഞില്ലല്ലോ. ആരെ? ഇപ്പഴാ പേര് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചപ്പം. അലിയുടെ പേര് പറഞ്ഞില്ലേ? കുറച്ച് പേരുടെ കൂടി പറഞ്ഞിരുന്നല്ലോ നേരത്തെ. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി. പിന്നെ ആരുടെ പേരാ പറഞ്ഞ്? ഉമർ ബിൻ അബ്ദുൽ അസീസ്. കുറച്ച് പേരുടെ പേരൊന്നും പറഞ്ഞില്ല. പിന്നെ എടുത്തു പറഞ്ഞ ആദ്യത്തെ 4 ഖലീഫമാരും പിന്നെ ഉമർ ബിൻ അബ്ദുൽ അസീസ്. അവരാണ് ഖുലഫാഉർ റാഷിദായിട്ട് അറിയപ്പെടുന്നത്. ഉണ്ടോ സഖി എഴുതിയിട്ടുള്ളത്? അത് തന്നെ. എഴുതിയത് കവിയാണ്. പറഞ്ഞത് ഉമർ ബിൻ അബ്ദുൽ അസീസിനെ കുറിച്ചാണ്. ഉണ്ടോ സഖി എന്നാണ്. ഉണ്ടോ സഖിയാണ്. അത് കവിതയായിട്ട് വരുമ്പോഴത്തേക്ക് ഉണ്ട് സഖിയായി. അതെ, ഉണ്ട് സഖി എന്നാണ്. ഉണ്ടോ സഖി എന്നല്ല, ഉണ്ട് സഖി. എന്റെ മനസ്സിലുണ്ട്, ആഗ്രഹമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് എന്തോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല സംഭവം. അതായത് ഉണ്ട് സഖി പിന്നിടുവാനായി. രണ്ടാമത്തത് ഉണ്ടു. ആദ്യത്തെ ഉണ്ടോ, രണ്ടാമത്തെ ഉണ്ടോ ഉണ്ട്. പിന്നിടാനായി ആഗ്രഹം ഉണ്ട് എന്ന്. എനിവേ, അത് ഈ ഉമർ ബിൻ അബ്ദുൽ അസീസിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം വന്നതോടുകൂടി നേരത്തെ പലരും അന്യായമായി കൈവളിച്ചിരുന്ന മുഴുവൻ സംഗതികളും ഇസ്ലാമിന്റെ മാതൃക എന്ന് പറയുന്നത് എത്ര പെട്ടെന്ന് തന്നെ ഇസ്ലാമിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യാം എന്നതിന്റെ തെളിവാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്നാ പറയുന്നത്. അദ്ദേഹം 30 മാസമാണ് അദ്ദേഹം ഭരിച്ചത്. ഈ 30 മാസത്തിനുള്ളിൽ മുഴുവൻ സംഗതികളും എന്ത് ചെയ്തു? പുനഃസ്ഥാപിച്ചു.
സക്കാത്ത് സംവിധാനവും ഒരു ദരിദ്രമില്ലാത്തൊരവസ്ഥ ഭരണകൂടത്തിനുള്ളിൽ, പ്രവിശാലമായ ഭരണകൂടത്തിനുള്ളിൽ ഉണ്ടായിരുന്നതാണ്. ലിമാദ യുഖാലു ലഹു ദുന്നൂറൈൻ, യുഖാലു ലഹു അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുന്നു, യഖൂലു പറയുന്നു, യുഖാലു പറയപ്പെടുന്നു. അപ്പൊ മജ്ഹൂലായി. യഖൂലു പറയുന്നു, യുഖാലു പറയപ്പെടുന്നു, ലഹു അദ്ദേഹത്തെ സംബന്ധിച്ച്. ദുന്നൂറൈൻ, നൂറൈന് രണ്ട് പ്രകാശമുള്ള ആളാണ് എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുന്നു. നൂറൈൻ, നൂറൈനുള്ള ആളാണ്. ദൂ വന്നത് കൊണ്ടാണ് നൂറൈനി എന്നെന്ത് ചെയ്തത്, ചെറിയത് ചെറിയത്. ദൂവിന് ശേഷം ഇതാഫത്ത് ചെയ്തിട്ട് വരിക. അല്ലെങ്കിൽ എന്താണ് നൂറൈനി റഫ് ചെയ്താൽ എന്ത് വരും? നൂറാനി. നൂറാനി. അങ്ങനെ കായികത്ത് നൂറാനി, നൂറാനിയ, അത് വേറെ. നൂറാനി, ഇത് രണ്ട് പ്രകാശങ്ങൾ. ഇത് വന്നുകൊണ്ട് നൂറൈനിയായി. ഉസ്താദ് എന്തിനാണ് അദ്ദേഹത്തിനെ നൂറൈനി എന്ന് വിളിക്കുന്നത്, എന്ന് വിളിക്കപ്പെടുന്നത്? അത് മുദരിസ് ലി അന്നഹു. അപ്പൊ ലി അന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബിക്കോസ്, എന്തുകൊണ്ടെന്നാൽ. അപ്പൊ പറയുമ്പോഴത്തേക്ക് എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിനെ അടിസ്ഥാനമാക്കി എന്ത് ചെയ്യും? മുദക്കറും മുഅന്നസും ദ്വിവചനവും ഒക്കെ, ഏകവചനവും ദ്വിവചനവും ബഹുവചനവും ഒക്കെ ഉപയോഗിക്കും. പെണ്ണുങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ലിഅന്നഹുന്ന, കാരണം ആ സ്ത്രീകൾ. രണ്ടുപേരെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ലിഅന്നഹുമ. നിന്നെ കുറിച്ചാണ് പറയുന്നത് ലിഅന്നക. എന്നെ കുറിച്ചാണ് പറയുന്നത് ലിഅന്നനി. അവരെ കുറിച്ചാണ് പറയുന്നത് ലിഅന്നഹും. ഇവിടെ ലിഅന്നഹു എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം തസവ്വജ എന്ന് പറഞ്ഞപ്പോ എന്തായി? വിവാഹം കഴിച്ചു. നേരത്തെ പറഞ്ഞതുപോലെയാണെങ്കിൽ തസവ്വജ വിവാഹം കഴിച്ചു, തഅല്ലമ സ്വയം പഠിച്ചു. അപ്പോ വിവാഹം കഴിപ്പിച്ചു എന്നുള്ള എന്ത് വരും? സവ്വജ, വിവാഹം കഴിപ്പിച്ചു. തസവ്വജ വിവാഹം കഴിച്ചു. തസവ്വജ റുഖിയ്യത, ലിഅന്നഹു തസവ്വജ ബിൻതൈൻ. ലിഅന്നഹു കാരണം അദ്ദേഹം തസവ്വജ വിവാഹം കഴിച്ചു, ബിൻതൈനി രണ്ട് മക്കളെ, രണ്ട് പെൺകുട്ടികളെ. ബിൻതാനിയാണ് മഫ്ഊൽ ബിഹി ആയതുകൊണ്ട് എന്ത് ചെയ്തു? നെസ്ബ് ചെയ്തിട്ട് ബിൻതൈനി എന്ന് വന്നു. ഇവിടെ നെസ്ബ് ചെയ്തപ്പോഴാണ് ഐനി വന്നത്, മറ്റിടത്ത് ജർ ചെയ്തപ്പോഴാണ് ഐനി വന്നത്. മിൻ ബനാത്തി നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളിൽപ്പെട്ട, പെൺമക്കളിൽപ്പെട്ട രണ്ട് പെൺകുട്ടികളെ. ബനാത്തി അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുമാ, അവരിരുവരും ആരൊക്കെയാണ്? റുഖിയ്യത്തു, ഒന്ന് റുഖിയ്യ, വ ഉമ്മു കുൽസൂം, രണ്ട് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹുമ. റളിയല്ലാഹു അൻഹുമ, രണ്ടുപേര് പറഞ്ഞുകൊണ്ട് എന്തായി? റളിയല്ലാഹു അൻഹുമ. അവരിരുവരെയും അല്ലാഹു തൃപ്തിപ്പെടട്ടെ. ഈ രണ്ടുപേരെയും റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. തസവ്വജ റുഖിയ്യത, റുഖിയ്യയെ വിവാഹം കഴിച്ചു. റളിയല്ലാഹു അൻഹ ബഅദ റളിയല്ലാഹു അൻഹ, ആദ്യം എന്ത് ചെയ്തു? തസവ്വജ റുഖിയ്യത റളിയല്ലാഹു അൻഹ, റുഖിയ്യ റളിയല്ലാഹു അൻഹയെ അദ്ദേഹം വിവാഹം ചെയ്തു. വ ബഅദ വഫാത്തിഹ, വഫാത്ത്, മരണം. വ ബഅദ വഫാത്തിഹ, അവരുടെ അല്ലെങ്കിൽ അവരുടെ വഫാത്തിന് ശേഷം. തസവ്വജ ഉഖ്റ, കല്യാണം കഴിച്ചു. ഉഖ്റ, മറ്റേയാളെ, മൂസ. മതാ തുവഫിയത് റുഖിയ്യത്തു, അപ്പോ തവഫ മരണമടഞ്ഞു, അതിനെ മജ്ഹൂലാണെന്ത്? തുവഫിയ.
അപ്പൊ തവഫ എന്നത് എന്താണ്? തദക്കറ ഗ്രൂപ്പിൽപ്പെട്ട ക്രിയയാണ്. തദക്കറ, തവഫ, തുഫിയ. അപ്പം മരിക്കപ്പെട്ടു, മരിയടഞ്ഞു. മറ്റാ തുഫിയത്ത് റുഖിയ്യത്തു റളിയല്ലാഹു അൻഹ. റുഖിയ്യ റളിയല്ലാഹു അൻഹ എപ്പോഴാണ് മരണമടഞ്ഞത്? അൽ മുദരിസ് തുഫിയത് വറസൂലു അലൈഹി സ്വലാത്തു വസ്സലാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കുമ്പോൾ, വാവുൽ ഹാൽ, ബി ബദർ, ബദറിൽ ആയിരിക്കെ ആണ് അവർ മൃതിയടഞ്ഞത്. തഖല്ലഫ, തദക്കറ ഗ്രൂപ്പിലെ മറ്റൊരു ക്രിയ. തഖല്ലഫ പിന്തി നിന്നു, ഖൽഫ പിന്നിൽ, ഖൽഫ പിന്നിൽ, അതിന്റെ ഓപ്പോസിറ്റ് അമാമയൊക്കെ പഠിച്ചു. തഖല്ലഫ പിന്തി നിന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിന്തി നിന്നു. അനിൽ മഅറകത്തി, മഅറകത്ത് ബാറ്റിൽ, യുദ്ധം, യുദ്ധത്തിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നു അല്ലെങ്കിൽ പിന്തി നിന്നു. ബി സബബി, കാരണത്താൽ, സബബ് കാരണം. മറദിഹ, മറവ് രോഗം, മറവ് രോഗം. മരിള രോഗിയായി, മരിള രോഗിയായി. ഞാൻ രോഗിയെന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വായിച്ചിട്ടുണ്ടോ? ഞാൻ രോഗിയായി എന്ന് ഖുർആനിലുണ്ട്. ഇതാ മരിയത്തു ഫഹുവ യശ്ഫീൻ. അപ്പൊ മരിള യംറളു, കേട്ടോ, മരിള യംറളു, അതിന്റെ ക്രിയാധാതുവാണ് മറദ്, രോഗം. ബി സബബി മറദിഹ, അദ്ദേഹത്തിന്റെ അവരുടെ രോഗം കാരണം, ഭാര്യയുടെ അസുഖം കാരണം അദ്ദേഹം പിന്തി നിന്നു. ബി അംരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അമ്രെന്താ? കൽപ്പന. ബി അംരി റസൂലി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പന കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭാര്യയ്ക്ക് സുഖമില്ലല്ലോ, നിങ്ങൾ അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കൂ അവിടെ. നബിയുടെ ഓർഡർ പ്രകാരം, കൽപ്പന പ്രകാരം ഉസ്മാൻ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ നിന്നും പിന്തി നിന്നു, അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുക്കാതെ നിന്നു. വ അഖാമ ബിൽ മദീനത്തിൽ മുനവ്വറത്തി, വ അഖാമ, അദ്ദേഹം എന്ത് ചെയ്തു? താമസിച്ചു, തങ്ങി. അഖാമ നിലനിർത്തി, സ്ഥാപിച്ചു, നിലനിർത്തി എന്നൊക്കെ അല്ലേ നമ്മൾ പറയുന്നത്. അഖാമ, അദ്ദേഹത്തെ നിലനിർത്തി. ബിൽ മദീനത്തി, മദീനയിൽ, അൽ മുനവ്വറത്തി, പ്രകാശപൂരിതമായ. യുമര്യിദുഹ, മർറദ യുമര്യിദു, നഴ്സ് ചെയ്തു. മർറദ യുമര്യിദു, ശുശ്രൂഷിച്ചു. അപ്പൊ അതിന്റെ കർത്താവിന്റെ രൂപം എന്തായിരിക്കും വരിക? മർറദ യുമര്യിദു, മർറദ യുമര്യിദു, അല്ല കർത്താവിന്റെ രൂപം കർത്താവിന് വേണ്ടി ഒരു മൂ വേണം. ഇവിടെ ആദ്യത്തെ അക്ഷരം മായുണ്ട്. അപ്പൊ മുമര്യത്, അങ്ങനെയാണ് നഴ്സ് വന്നത്. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ മുമര്യതൊക്കെ. നഴ്സ്. മർറദ യുമര്യത് വന്നതാണ് അതിന്റെ ക്രിയ. മർറദ യുമര്യതു, സബ്ബഹ യുസബ്ബിഹു, മർറദ യുമര്യതു. തമ്രീദ് എന്താണ്? അതിന്റെ ക്രിയാധാതുവാണ്. അപ്പോ അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് അദ്ദേഹം മദീന മുനവറയിൽ തങ്ങി. അപ്പോ തങ്ങി എന്നുള്ളതിന് എന്താ വാക്ക് ഉപയോഗിക്കല്? അഖാമ എന്നതാണ്. അഖാമ, താമസിച്ചു, തങ്ങി എന്ന അർത്ഥമുണ്ട്. അഖാമ.
അങ്ങനെ താമസിക്കുന്ന ആൾക്ക് എന്ത് പറയും? മുക്കീമൻ. മുക്കയും. മുക്കയും മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്. താമസിക്കുന്ന ആള്. അപ്പൊ രാഷ്ട്രത്തിൽ വന്ന് താമസിക്കുന്ന ആൾക്ക് മുക്കയും എന്നാണ് പറയുക. പുറത്തുനിന്ന് വന്ന് താമസിക്കുന്ന ആൾക്ക് മുക്കയും എന്ന് പറയും. അവിടെയുള്ള ആൾക്ക് മുവാത്തിൻ എന്ന് പറയും, സിറ്റിസൺ. അപ്പൊ നമ്മളൊക്കെ ആള് വരുമ്പോഴത്തേക്ക് ഡോക്ടറൊക്കെ മുക്കീമാണ്, നൗഫലൊക്കെ എന്താണ് മുക്കീമാണ്. മുഹാജിർ എന്ന് പറയാം, അത് അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആളാ, പുറത്തുനിന്ന് വന്നിട്ടല്ലേ. മുഹാജിർ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളാണോ? അല്ല, പുറത്തുനിന്ന് വന്നിട്ട് പുറത്തുനിന്ന് അല്ല, അത് വേറൊരു പ്രയോഗമാണ്. സന്ദർശിക്കാൻ വന്ന ആളാ. അത് നാടും വീടുമൊക്കെ വിട്ട് കളഞ്ഞു പോയവരാണ്. അതെ. മൈഗ്രന്റ്. അല്ലാത്തത് റെസിഡന്റിന് പറയില്ലേ? മുക്കീമുൻ. അഖാമ യുഖീമു മുക്കീമുൻ. പിന്നെ നോട്ടീസ് പറയുമ്പോഴത്തേക്ക് പറയും എല്ലാ ഇൻഫർമേഷൻ കൊടുക്കുന്ന ആർക്കൊക്കെയാണ്? മുഖീം, അൽ മുഖീം വൽ മുവാത്തിൻ എന്നാണ് പറയുന്നത്. ഇവിടെ നാട്ടുകാരും വന്ന് താമസിക്കുന്നവരുമായ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് എന്നൊക്കെ പറയും. അപ്പൊ മൈഗ്രേഷൻ ആണെങ്കിൽ അത് വേറൊരു തരമാണ്. അത് മൈഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. രണ്ടു തരം മൈഗ്രേഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ ദീന് നിലനിർത്താൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അവർ മൈഗ്രേറ്റ് ചെയ്യും. മക്കയിൽ നിന്ന് മദീനയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തവരെ മുഹാജിർ എന്ന് പറയും. അതേപോലെ ഇപ്പൊ നടക്കുന്ന മൈഗ്രേഷൻ ഉണ്ട്, അതും എന്താണ്? മൈഗ്രേഷനാണ്. അതേസമയം നമ്മൾ ജോലി ആവശ്യാർത്ഥം പോയിട്ട് അവിടെ താമസിക്കുന്നതിന് മൈഗ്രന്റ് എന്നല്ല പറയും. അവിടെ വന്ന് താമസിക്കുന്നവരാണ്, മുഖ്യമാണ്. അഖാമ ബിൽ മദീനത്തിൽ മുനവ്വറത്തി, മദീന മുനവ്വറയിൽ താമസിച്ചു. യുമരിദുഹ, അവരെ ശുശ്രൂഷിച്ചുകൊണ്ട്. വലമ്മ റജ, അപ്പൊ ലെമ്മയുടെ പ്രയോഗം ഈ പാഠത്തിലുണ്ടെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ലെമ്മ എന്തിനുള്ളതാണ്? സന്ദർഭം പറയാനുള്ളതാണ്. ഓക്കെ. വെന്നെല്ലാം പറയുന്ന പോലെ അല്ലേ? വെൻ എന്ന് പറയുന്നത് പോലെ. അപ്പൊ ലെമ്മയ്ക്ക് ശേഷമുള്ള പ്രയോഗം നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ട് ശ്രദ്ധിച്ചു വായിക്കുക. അപ്പോ ലെമ്മയുടെ ശേഷം എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? മാളയാണ് ഉപയോഗിച്ചത്. ലെമ്മ റജ എന്താണ്? ലെമ്മ റജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലെമ്മ റജ ഖുർആനിൽ വന്നിട്ടുണ്ടല്ലോ. അതെ, ഖുർആനിൽ ഇവിടെ ഉണ്ട്. മൂസാ നബി അലൈഹി സ്വലാം വന്ന് തിരിച്ചു വന്ന കാര്യം കഥ പറഞ്ഞില്ലേ? ഹാറൂനെ ഏൽപ്പിച്ചിട്ട് പോയിട്ട്. ലെമ്മ റജ മൂസ പറഞ്ഞു. ലെമ്മ റജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി വന്നപ്പോൾ. ലെമ്മയ്ക്ക് ശേഷം വരുന്നതായിരിക്കും പാസ്റ്റ് ടെൻസ് ആയിരിക്കും. ലെമ്മയുടെ ശേഷം വരുന്നത് പാസ്റ്റ് ടെൻസിലായിരിക്കും വരിക. ലെമ്മ റജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി വന്നപ്പോൾ, മിൻ ബദരിൻ, ബദറിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ, സവ്വജഹു ഉഖ്തഹ. നേരത്തെ നമ്മൾ പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം തസവ്വജ എന്ന് പറഞ്ഞു, അദ്ദേഹം വിവാഹം കഴിച്ചു. ഇവിടെ എന്ന് പറഞ്ഞു ലമ്മ റജഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം സവ്വജഹു ഉഖ്തഹ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ ഉണ്ടായിരിക്കെ ആര് മരിച്ചു? റുഖിയ അലൈഹിസ്സലാം മരിച്ചു, റളിയല്ലാഹു അൻഹ മരിച്ചു. അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ.
മുമ്പ് പറഞ്ഞായിരുന്നു. അസ്സലാമു അലൈക്കും എന്ന് പറയും, നിങ്ങൾക്ക് സലാം. അതേപോലെ അസ്സലാമു അലൈഹ എന്ന് പറയാം, വലൈഹ അസ്സലാം എന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ചിരിച്ചു വരുന്ന രീതി ഇങ്ങനെയാണെന്ന് മാത്രമേ റളിയല്ലാഹു അൻഹ. അപ്പൊ ബദറിലായിരിക്കെ അവർ മരണപ്പെട്ടു. അതുകൊണ്ട് ബദറിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ സവ്വജഹു, അദ്ദേഹത്തിന് കല്യാണം കഴിച്ചു കൊടുത്തു. ഉഖ്തഹ, അദ്ദേഹത്തിന്റെ അല്ല ഉഖ്തഹ, ആ മരിച്ച റുഖയ്യയുടെ സഹോദരിയെ റളിയല്ലാഹു അൻഹ. ഉഖ്തഹ ഉമ്മ കുൽസൂം. ഉഖ്ത ആരാണ്? ഉമ്മ കുൽസൂമാണ്. അപ്പൊ ആ ഗ്രാമറോട് ശ്രദ്ധിക്കുക. സവ്വജഹു ഉഖ്തഹ. ഇപ്പൊ സവ്വജ എന്ന് പറഞ്ഞപ്പോൾ എന്തുണ്ട്? രണ്ട് മഫ്ഊൽ ബിഹി ഉണ്ട് അല്ലേ? സവ്വജ വിവാഹം കഴിച്ചു കൊടുത്തു. അതിന്റെ കർത്താവ് അതിനകത്തുള്ള ഹുവയാണ്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹു എന്നത് ഉസ്മാൻ റളിയല്ലാഹുവിനാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. അപ്പൊ ഹു എന്നത് ഒന്നാമത്തെ മഫ്ഊൽ ബിഹി, ഒന്നാമത്തെ മഫ്ഊൽ ബിഹി. ഉഖ്തഹ ആരെയാണ് കല്യാണം കഴിച്ചത്, കഴിച്ചു കൊടുത്തത്? ഉഖ്തഹ, ആ ഉമ്മ കുൽസൂമിന്റെ റുഖയ്യ റളിയല്ലാഹു അൻഹയുടെ സഹോദരി. ആ സഹോദരിയുടെ പേരെന്താണ്? ഉമ്മ കുൽസൂം. അപ്പൊ ഉഖ്ത എന്ന നസ്ബ് ചെയ്യപ്പെട്ട ഉഖ്തുണ്ട്, അതിന്റെ ബദലാണ് ഉമ്മ, അതായത് ഉമ്മ കുൽസൂം. ഉമ്മ കുൽസൂം എന്ന് പറയുമ്പം കുൽസൂമിന്റെ ഉമ്മ, പക്ഷെ ഉമ്മ കുൽസൂം എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഉമ്മ കുൽസൂം റളിയല്ലാഹു അൻഹ. ഉമ്മ അതെ, നമ്മൾ പറയുമ്പോ ഉമ്മ കുൽസൂം എന്നല്ലേ പറയാ. അവിടെ നസ്ബ് ചെയ്തതുകൊണ്ടാണ് എന്ത് ചെയ്ത് ഉമ്മ കുൽസൂം എന്ന് വന്നത്. ഉഖ്തിന് നസ്ബ് ആയതുകൊണ്ടാണ് അതിന്റെ ബദലായ ഉമ്മിന് നസ്ബ് വന്നത്. ഉമ്മു കുൽസും എന്ന് അവർക്ക് അപ്പൊ പേര് അവർക്ക് വേറെ ഉണ്ടോ, അതോ കുൽസുമിന്റെ ഉമ്മ ആയതുകൊണ്ടാണോ? ഞാൻ നോക്കിയിട്ടില്ല. ഇവിടെയും പലർക്കും ഉമ്മു കുൽസും എന്നുള്ള പേര് കാണാമല്ലോ കുട്ടികൾക്കെല്ലാം. ഉണ്ട്, നമ്മൾ അബൂബക്കർ എന്നിടുന്നുണ്ടല്ലോ, ബക്കറിന്റെ വാപ്പായതുകൊണ്ടല്ലോ. അതെ. അപ്പൊ കുൽസൂന്റെ ഉമ്മാനെ കല്യാണം കഴിച്ചല്ലേ? കുൽസുമിന്റെ ഉമ്മാനെ. ഉമ്മ കുൽസൂമിന്റെ ഉമ്മയല്ല. കുൽസൂമിന്റെ ഉമ്മ. ഉണ്ട്. അപ്പോ അബൂബക്കരിൻ എന്ന് പറയുന്നത് പോലെയാണ് ഉമ്മ കുൽസൂമിൻ. ഉമ്മിനെ പിന്നെ ഉമ്മ വരുമ്പോൾ കുൽസൂമിലേക്ക് ഇളാമത്ത് ചെയ്തിട്ടാണ് കുൽസൂമിന് ജർരി റളിയല്ലാഹു അൻഹ. എർനിൽ ജറസ്, ബെല്ല് അടിക്കുന്നു, ബെല്ല് മുഴങ്ങുന്നു. ഉസാമത്ത് ഗദൻ നദ്ഹബു നഹ്നുൽ മുതവഫിഖീന ഇലാ മക്കത്ത. ഈ എംഫസൈസ് ചെയ്യുന്ന ഒരു പ്രയോഗം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആ എംഫസൈസ് ചെയ്യുന്ന പ്രയോഗമാണ് ഇവിടെ ഉള്ളത്. നഹ്നുൽ മുതഫവ്വിഖീൻ. മുതഫവ്വിഖീൻ എന്നത് എന്താണ്? നസ്ബ് ചെയ്യപ്പെട്ടതാണ്. മുതഫവ്വിഖൂൻ എന്നാണ് റഫ് ചെയ്ത് പറയേണ്ടത്. അങ്ങനെയാണ് അതിന്റെ യഥാർത്ഥ രൂപം. നസ്ബ് ചെയ്യപ്പെട്ടതാണ് മുതഫവ്വിഖീൻ. ഫൗക്ക ഉണ്ടല്ലോ, ഫൗക്ക മീതെ. മുതഫവ്വിഖീൻ എന്ന് പറഞ്ഞാൽ മീതയായവർ, മികച്ചു നിൽക്കുന്നവർ, ടോപ്പേഴ്സ്. അപ്പൊ അതിനെന്ത് ചെയ്യുന്നു? എംഫസൈസ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? നസ്ബ് കൊടുത്ത് പറയുന്നത്. എങ്ങനെ എംഫസൈസ് ചെയ്യുന്നു? നഹ്നു ഞങ്ങൾ, അൽ മുതഫവ്വിഖീൻ ടോപ്പേഴ്സ് ആയ ഞങ്ങൾ. പോകുന്നത് ആരാണ്? നദ്ഹബു ഞങ്ങൾ പോകും. ആരാണ്? നഹ്നുൽ മുതഫവ്വിഖീൻ ടോപ്പേഴ്സ് ആയ ഞങ്ങൾ പോകും. ഗദൻ നാളെ. എവിടെ പോകും? ഇലാ മക്കത്ത, മക്കയിലേക്ക്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ച മക്കയിൽ പോകുന്നവർ. ഇവരെവിടെ ഉള്ള ഇപ്പൊ? മദീന യൂണിവേഴ്സിറ്റി. മദീന യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പൊ ഞങ്ങള് മക്കയിൽ പോകും. മക്കയിൽ പോകുന്ന സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? ഉംറ ചെയ്യാൻ വേണ്ടിയായിരിക്കും ഇൻഷാ അല്ലാഹ്.
അതുരീദു ഷൈഅൻ മിൻ ഹുനാക എന്ന് ഉസാമ ചോദിക്കുകയാണ്. മുദരിസിനോടാണ് ചോദ്യം. ടോപ്പേഴ്സ് എല്ലാം കൂടെ ഞങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്? ഉംറയ്ക്ക് പോവാണ്. താങ്കൾക്ക് എന്തെങ്കിലും അവിടെ നിന്ന് വേണോ? അതുരീദു ഷൈഅൻ, ഡു യു നീഡ് എനിത്തിങ് ഹുനാക മിൻ ഹുനാക, അവിടെ നിന്ന്. അൽ മുദരിസ് തഖബ്ബല അല്ലാഹു ഉംറതകും, തഖബ്ബല അല്ലാഹു ഉംറതകും. അപ്പൊ എന്തായി? തഖബ്ബല, തദക്കറ ഗ്രൂപ്പിലെ മറ്റൊരു ക്രിയ. തഖബ്ബല, സ്വീകരിച്ചു. നേരത്തെ പറഞ്ഞു തോന്നുന്നു അല്ലെ? തഖബ്ബല. തിളക്കയാണ്. തഖബ്ബല അല്ലാഹു ഉംറതകും, അള്ളാഹ് നിങ്ങളുടെ ഉംറ സ്വീകരിച്ചു എന്നാണ് ഭാഷ. പക്ഷെ അത് ആശംസയായിട്ട് പറയുമ്പോൾ പ്രാർത്ഥനയായി. സ്വീകരിക്കട്ടെ, നിങ്ങളെ ഉംറ സ്വീകരിക്കട്ടെ. അപ്പോ തഖബ്ബലയുടെ മഫ്ഊൽ ബിഹിയാണ് ഉംറത്ത്. ഉംറത്ത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? നസ്ബ് ചെയ്തു. തഖബ്ബല അല്ലാഹു, അല്ലാഹു ലഫ്ലുൽ ജലാലത്ത് ഫാഇൽ റഫ ചെയ്തു. ഉംറതകും, നിങ്ങളുടെ ഉംറയെ അല്ലാഹ് സ്വീകരിക്കട്ടെ. അർജു അല്ലാ തൻസൗനി, അർജു, എനിക്ക് എന്താ റിക്വസ്റ്റ് ഉള്ളത് നിങ്ങളോട്? ലാ തൻസൗനി, ലാ തൻസൗ. എന്താണ് മാളി? നസിയ. നസിയ മറന്നു. മറക്കും. അപ്പൊ ലാ തൻസ, നീ മറക്കരുത്. ലാ തൻസൗ, നിങ്ങളാകുന്ന ഈ ടോപ്പേഴ്സ് മറക്കരുത്. ഞാനാണ് നിങ്ങൾ ടോപ്പേഴ്സ് ആക്കിയത്. ലാ തൻസൗ, നീ. ഇപ്പൊ ലാ തൻസൗ എന്നാണുള്ളത്. പിന്നീട് അതിനോട് യാ ഉൽ മുത്തക്കല്ലിമാണ് ചേർക്കുന്നത്. പിന്നെ നൂൻ എന്താണ്? നൂനുൽ വിഖായത്താണ്, സേഫ്റ്റി നൂന്. ലാ തൻസൗ എന്ന അവസാനത്തെ രൂപം കൃത്യമായി ഇവിടെ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? യാ ചേർക്കുമ്പോൾ അതിനോട് ലയിച്ചു പോകാതെ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നൂൻ ചേർക്കുന്നത്. അപ്പൊ ലാ തൻസൗ എന്നിട്ട് യാ ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ട് നൂന് കൊടുത്തിട്ടാണ് യാ ചേർക്കുന്നത്. ലാ തൻസൗനി ഫീ ദഅവാതികും, ദഅവത്തുൻ പ്രാർത്ഥന അല്ലെങ്കിൽ ക്ഷണം. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ദഅവാത്തും. ഈ ബഹുവചനങ്ങളൊക്കെ നമ്മൾ എഴുതി വെച്ച് പഠിക്കണം കേട്ടോ. ബഹുവചനങ്ങൾ പ്രത്യേകം ഒരു ബുക്കിൽ അല്ലെങ്കിൽ നമ്മുടെ നോട്ട്ബുക്കിന്റെ പ്രത്യേക ഭാഗത്ത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇടയ്ക്ക് മറക്കല്ല. നമ്മൾ നോട്ട് എഴുതുമ്പോഴത്തേക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നോട്ട് എഴുതുമ്പോൾ നോട്ടിൽ അവിടെ എവിടെയൊക്കെ ആയിരിക്കും ഉണ്ടാകും ഈ ബഹുവചനങ്ങൾ. അതേപോലെ ഇതിന്റെ ക്രിയയുടെ രൂപങ്ങൾ, അതെല്ലാം എന്താണ്? മാളി, മുതാരി, അംർ, നഹി, അതുപോലുള്ള രൂപങ്ങളൊക്കെ പ്രത്യേകം ഒരു ബുക്കിൽ എഴുതി വെക്കണം, അല്ലെങ്കിൽ ബുക്കിന്റെ ഒരു ഭാഗത്ത് എഴുതി വെക്കണം. അതേപോലെ ഏകവചനം, ബഹുവചനം ഇങ്ങനെ വരുന്നതൊക്കെ വേറെ എഴുതി വെക്കണം. ബ്രോക്കൺ പ്ലൂറൽസ് വേറെ എഴുതി വെച്ച് പഠിക്കണം. അപ്പൊ അത് ഇങ്ങനെ ആവർത്തനം ഇങ്ങനെ പഠിക്കണം. വായിച്ച് പഠിക്കണം. വായിൽ നമുക്ക് പല പ്രാവശ്യം പറഞ്ഞ് വായിൽ അതിങ്ങനെ തത്തിക്കളിക്കണം. അതേപോലെ തന്നെ ഫെയിലിന്റെ രൂപങ്ങൾ, കോമൺ നോട്ടിന് പകരം അത് കൂടാതെ വേറെ സെപ്പറേറ്റ് കീപ്പ് ചെയ്യണം. ഒരു 40 ക്രിയകളുടെ രൂപമല്ലേ നമ്മൾ പുതിയൊരു ക്രിയ പഠിക്കുമ്പോൾ ആ ക്രിയയുടെ രൂപങ്ങളെല്ലാം വരില്ലേ? തഖബ്ബല, യതഖബ്ബലു, തഖബ്ബൽ. അത് പ്രത്യേകം എഴുതി പഠിക്കണ്ടേ? 6 രൂപങ്ങൾ. 6 രൂപങ്ങൾ എഴുതി പഠിക്കും. നമ്മൾ ശീലിച്ച രീതി അതാണ്. അപ്പൊ അതെന്ത് ചെയ്യണം? അതൊരു ചെറിയ നോട്ട്ബുക്ക് വാങ്ങിയിട്ട് ആ നോട്ട്ബുക്കിൽ അങ്ങനെ എഴുതി പഠിക്കണം. അപ്പൊ നമ്മൾ ഗ്രൂപ്പായിട്ട് തിരിച്ചു വെക്കണം. ഓരോ പേജ്, ഓരോ കുറച്ച് പേജ് ഓരോ ഗ്രൂപ്പിന് ഇട്ട് കൊടുക്കുക. എഴുതി തയ്യാറാക്കിയെങ്കിൽ മാത്രം ഇതെന്നും നിലനിൽക്കുള്ളൂ. അതേപോലെ ക്രിയയുടെ നൗണിന്റെ ബ്രോക്കൻ നൗണിന്റെ പ്ലൂറൽസ് ബ്രോക്കൻ പ്ലൂറൽസ് വേറെ എഴുതി വെച്ച് പഠിക്കണം. എന്നാലേ അതും നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ പോകും. പിന്നെ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ എവിടെ റെഫർ ചെയ്യും? എവിടെയാണെന്ന് എങ്ങനെ നോക്കും? അപ്പൊ അത് ഏകവചന ബഹുവചനങ്ങൾ പ്രത്യേകം എഴുതി വെക്കണം. അതേപോലെ ക്രിയയുടെ രൂപങ്ങൾ ഗ്രൂപ്പ് തിരിച്ച് വേറെ എഴുതി വെക്കണം. ഒരു 200 പേജ് ബുക്ക് വാങ്ങിയിട്ട് എന്ത് ചെയ്യുക? അതില് നമ്മൾ പഠിക്കുന്ന ആ ക്രിയകളൊക്കെ എന്ത് ചെയ്യുക? ഗ്രൂപ്പ് തിരിച്ച് എഴുതാകുമ്പോൾ 17 ഗ്രൂപ്പ് അടിച്ചില്ലേ? അപ്പൊ 17 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യണ്ടേ? 17 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് എഴുതി വെക്കണം. എത്രത്തോളം നിങ്ങൾ വർക്ക് ചെയ്യുന്നു അത്രത്തോളം ലാംഗ്വേജ് നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കും. എത്രത്തോളം പോസ്റ്റ് വർക്ക് ചെയ്യുന്നു അത്രയും വേഗത്തിൽ അത് പറന്നു പോകും.
തഖബ്ബലല്ലാഹു ഉംറതക്കും. അപ്പോ ഇവിടെ എന്താണ് ദേവത്തിന്റെ അവാത്തിൽ അവിടെ അവാത്തിൽ ഒരു പ്രശ്നമുള്ള സംഗതിയല്ല, ബ്രോക്കൺ പവർ അല്ല, സ്ത്രീലിംഗം ആയതുകൊണ്ട് എന്താണ് ദേവത്തിന് ആത്തി ഇറക്കുമ്പോൾ ദേവാത്ത. അതൊക്കെ നമ്മൾ പ്രത്യേകം വേറെ എഴുതിയിരിക്കാവുന്നതാണ്. കാരണം നിങ്ങൾ സംശയം ഉണ്ടാകാവുന്നതാണ്. ദേവത്തിന് സംശയം ഉണ്ടാകും. ദേവാത്തും ഉഖ്തുൻ അഖവാത്തുൻ അത് രണ്ടിൽ പെടാത്ത സംഭവമാണ്. ബൻതിൻ ബനാത്തുൻ ഉസാമത്തുൻ ഇൻഷാ അല്ലാഹ്. അപ്പോ അർജു അല്ലാത്തൻ സോനി എന്നാ പറഞ്ഞത്. നിങ്ങൾ മറക്കാതിരിക്കണം. മറക്കാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു? റിക്വസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ മറക്കാതിരിക്കുന്നതിന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഉസാമ ഇൻഷാ അല്ലാഹ്. തമാരി അജിബൻ ലസ്റത്തിലാത്തിയ ലിമാദാ തഅഖറ ഉസാമത്തു. ഉസാമ എന്തുകൊണ്ടാണ് വൈകിയത്? ഉസാമ എക്സ്ക്യൂസ് പറഞ്ഞായിരുന്നല്ലോ. ഉസാമ എന്താ പറഞ്ഞത്? തുടക്കത്തിൽ നമ്മൾ പഠിച്ചു, ഫസ്റ്റില്. എന്ത് പറയും നമ്മള്? ലിമാദാ തഅഖറ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയേണ്ടത്? ലിഅന്നഹു ദഹബ. ദഹബത്തു എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ദഹബ ഇലൽ മുതവല്ലഇ ലി അത്തവല്ലയാണോ? ഇലൽ മുതവല്ലഇ എഴുതിട്ട് ലി എഴുതിട്ട് എന്ത് വേണം? ലി യതവല്ല. നമ്മളെ അത്തവല്ല അല്ല, റിപ്പോർട്ടർ സ്പീച്ച് ആക്കണം. ഡയറക്റ്റ് സ്പീച്ചും റിപ്പോർട്ടർ സ്പീച്ചും ഇല്ലേ? റിപ്പോർട്ടർ സ്പീച്ച് വരുമ്പോഴത്തേക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വേണം? ലി യതവല്ല, അദ്ദേഹം ഒന്നു കൊടുക്കുന്നതിന് വേണ്ടി. ذهب لأنه ذهب إلى المتوضأ. وضوء കൊടുക്കുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം പോയി. ലി യതവല്ല, അദ്ദേഹം ഒന്നു കൊടുക്കുന്നതിന് വേണ്ടി. അടുത്തത് മനില്ലദീ തലഖ ഇസാലതൻ മിൻ വാലിദിഹി. അപ്പുറത്ത് കത്തിട്ട് ആർക്കായിരുന്നു? ആർക്കായിരുന്നു? മൂസ. മൂസ, അത് മൂസയാണ്. الثالث لماذا تخلف عثمان رضي الله عنه عن معركة بدر. പഠിച്ചതാ. എന്ത് ചെയ്തു? ലിമറദ. ലിയുമജ്ജിദ. ലിയുമജ്ജിദ അല്ലെങ്കിൽ ബിസബബി മറദി സൗജിഹി. ബിസബബി സൗജത്തും പറയാം, സൗജ്യം പറയാം. സൗജിഹാന്ന് പറയണം. അദ്ദേഹത്തിന്റെ. تخلف عثمان رضي الله عنه عن المعركة بسبب مرضها എന്നാണ് പറഞ്ഞത്. അതിന്റെ സ്പീച്ച് മാറ്റുന്നുണ്ട്. ബിസബബി മറദി സൗജിഹ അല്ലെങ്കിൽ സൗജിഹി അല്ലെങ്കിൽ സൗജത്തിഹി. മഅറക്കത്ത് ബാറ്റിൽ, യുദ്ധം. മഅറക്കത്ത്. ഓക്കെ, അങ്ങനെ സ്പീച്ച് മാറ്റി പറഞ്ഞു നോക്കണം നിങ്ങൾ കേട്ടോ. متى تزوج عثمان رضي الله عنه أم كلثوم رضي الله عنها. അപ്പൊ മത്താന്ന് ചോദിച്ചാൽ ഇവിടെ ഡേറ്റ് അല്ല ചോദിച്ചാൽ, ഡേറ്റ് അല്ല.
ബഅദ വഫാത്തി ഉം. ബഖിയ്യത. പ്രിയ. വഫാത്തി ബഅദ വന്നപ്പോൾ എന്ത് ചെയ്യണം? ബഅദയ്ക്ക് ശേഷം വരുന്ന ബഅദിൽ വരുന്ന എല്ലാത്തിലും കസ്ർ കൊടുക്കണം. ജർ ചെയ്യണം. ജർ ചെയ്യണം. الثاني تمرين الثاني من أبواب الفعل الثلاثي المزيد. الثلاثي المزيد 3 plus കേട്ടോ. അൽ മസീദു ഫീഹി എന്നാണ് ശരിക്കും അതിന്റെ പൂർണ്ണരൂപം. അൽ മസീദു ഫീഹി അസ്സുലാസിയിൽ മസീദു ഫീഹി, അതിൽ അധികമായത് എന്നാണ്. അപ്പോ അസുലാസി എന്ന് പറഞ്ഞാൽ ട്രിലിറ്ററൽ 3 അക്ഷരമുള്ള അസുലാസിയിൽ മസീദ്. അൽ മസീദ് ജിയാദത്തുള്ളത്, അധികമായത്, 3 അക്ഷരങ്ങളിൽ അധികമായത്. അതിന്റെ ബാബുകളിൽ പെട്ടതാണ് ബാബു തഫഅല. നമ്മൾ പഠിച്ച ബാബു തദക്കറ. നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി തഫഅല എന്ന് പറയുക. പക്ഷെ നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ ആദ്യം പഠിച്ച അത് തന്നെയായിരിക്കും ഉണ്ടാവില്ല. കാരണം ഒരിക്കലും അത് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. തദക്കറ ഗ്രൂപ്പ് അതിൽ പെട്ടതാണ്. ത പ്ലസ് ഫഅല. അപ്പൊ സബ്ബഹ പ്ലസ് ത, അപ്പോഴാണ് തദക്കറ ഗ്രൂപ്പ് ആകുന്നത്. സീദത്ത് ഫീഹി. സീദത്ത്. സീദയുടെ ഫേല് മാളി എന്താണ്? മാളി അന്നത്തെ മഅറൂഫ് എന്താണ്? സാദ വർദ്ധിച്ചു. കാല പറഞ്ഞു, കീല പറയപ്പെട്ടു. അപ്പൊ സാദ വർദ്ധിച്ചു, സീദ വർദ്ധിക്കപ്പെട്ടു. സീദത്ത് ഫീഹി, അതിൽ വർദ്ധിക്കപ്പെട്ടു. ഒരു താ വർദ്ധിച്ചിട്ടുണ്ട്. ഖബിലൽ ഫാഇ. ഖബിലൽ ഫാ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അക്ഷരത്തിന് മുമ്പ് എന്നർത്ഥം. ഫാഉൽ ഫിഅൽ എന്നാണ് പറയാറ്. ഫാഉൽ ഫിഅൽ നമ്മൾ പറഞ്ഞായിരുന്നു. ഫാഉൽ ഫിഅൽ ഒന്നാമത്തെ അക്ഷരം, ഐനുൽ ഫിഅൽ മധ്യത്തെ അക്ഷരം, ലാമുൽ ഫിഅൽ അവസാനത്തെ അക്ഷരം. ഇത് എപ്പോഴും ഓർമ്മ വേണം. അത് നമുക്ക് അങ്ങനെ തന്നെ പറഞ്ഞു മതി. ഫാഉൽ ഫിഅൽ, ഫഅലയുടെ ഫാ, ഐനുൽ ഫിഅൽ മധ്യത്തെ അക്ഷരം, ലാമുൽ ഫിഅൽ അവസാനത്തെ അക്ഷരം. ഖബല ഫാഇൽ, ഖബലൽ ഫാഇ യാനി ഖബല ഫാഉൽ ഫിഅൽ, ഒന്നാമത്തെ അക്ഷരത്തിന് മുമ്പ് ഒരു താ അധികരിച്ചിരിക്കുന്നു. വളുഇഫത്തിൽ ഐനു, ഐൻ ഇരട്ടിച്ചിട്ടുണ്ട്. സബ്ബഹയുടെ ഐനുൽ ഫിഅൽ, വളുഇഫത്തിൽ ഐനു എന്ന് പറഞ്ഞാൽ ഐനുൽ ഫിഅൽ ലഅഫ ഇരട്ടിച്ചു. ലഅഫ്, ലഅഫ് ഇരട്ടി. ലഅഫ് ഇരട്ടി. ലഅഫഹി 2 ഇരട്ടി. ലഅഫ ഇരട്ടിപ്പിച്ചു. ലഉഇഫ ഇരട്ടിപ്പിക്കപ്പെട്ടു. അൽ ഐനു, ഐനുൽ ഫിഅൽ ഇരട്ടിപ്പിക്കപ്പെട്ടു. ഫഫീഹി ഹർഫാനി സായിദാനി, അപ്പോൾ അതിൽ 2 അക്ഷരം അധികമായിട്ടുണ്ട്. എങ്ങനെ അധികം? എവിടെ നിന്ന് അധികമായിട്ടുണ്ട്? 3 അക്ഷരത്തിൽ നിന്നും, 3 അടിസ്ഥാന അക്ഷരത്തിൽ നിന്നും 2 അക്ഷരം അധികമായിട്ടുണ്ട്. നഹ്വ്, തഅല്ലമ, തസവ്വജ ഒക്കെ അതിൽപ്പെട്ട സംഗതികളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇസ്തഖ്രിജ് മിനൽ ദർസി. ഇസ്തഖ്രിജ് എന്ത് ചെയ്യണം? ടേക്ക് ഔട്ട്, പുറത്തെടുക്കുക. ഇസ്തഖ്രിജ് മിനൽ ദർസി അല്ല ആലിൽ വാരിദത്തി, വന്നിട്ടുള്ള ക്രിയകൾ. ഫീഹി, അതിൽ വന്നിട്ടുള്ള ക്രിയകൾ. എങ്ങനത്തെയുള്ള ക്രിയകൾ? മിൻ അബ്വാബി തഫഅല. തദക്കറ ഗ്രൂപ്പിൽപ്പെട്ട ക്രിയകൾ ഏതൊക്കെയാണോ വന്നിട്ടുള്ളത് അതൊക്കെ പുറത്തെടുക്കുക. വാരിദത്ത് എന്ന് പറയുമ്പോ വറദ വന്നു. വറദ വന്നു. വറദ നേരത്തെ വാക്ക് പലപ്പോഴും വന്നിട്ടുണ്ട്. വറദ, വറദ ഫീഹി, അത് വന്നു. വറദ. തഅമ്മലിൽ മിസാൽ, ഉദാഹരണം ശ്രദ്ധിച്ചു വായിക്കുക. സുമ്മ ഹാത്തിൽ മുളാരിഅ, പിന്നീട് എന്ത് ചെയ്യണം? മുളാരിനെ കൊണ്ടുവരിക. വൽ അംറ, കൽപ്പനയും കൊണ്ടുവരിക. വസ്മൽ ഫാഇൽ, ഇസ്മുൽ ഫാഇൽ കൊണ്ടുവരിക, കർത്തൃനാമം. വൽ മസ്ദർ, ക്രിയാധാതു, റൂട്ട് വേർഡ്.
മിനൽ അഫ്ആൽ വന്നിട്ട് ഇല്ല ഹാലിൽ ആത്തിയത്തി. ഈ മസ്ദറിന് ചില ആൾക്കാർ വെർബൽ നൗൺ എന്ന് പറയും. ഇന്നലെ ഞാനൊരു ഇംഗ്ലീഷ് ഗ്രാമർ പുസ്തകം വായിച്ചപ്പോൾ വെർബൽ നൗൺ എന്ന് പറയുന്നത് മീനിങ് വേറെയാണ്. അൽ മസ്ദർ ക്രിയയിൽ നിന്നും ഉണ്ടാക്കുന്നതായതുകൊണ്ട് എന്ത് ചെയ്തു, വെർബൽ നൗൺ എന്ന് പറയും. പക്ഷെ വെർബൽ നൗൺ ഇംഗ്ലീഷ് ഗ്രാമറിൽ വേറെ മീനിങ് ആണ്. ഈ മസ്ദർ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് അതിന്റെ റൂട്ട് വേർഡ്. ആ റൂട്ട് വേർഡ് എന്നത് നാമരൂപത്തിലായിരിക്കും ഉണ്ടാവുക. മിനൽ അഫ്ആലിൽ ആത്തിയ തുടർന്ന് വരുന്ന ക്രിയകളിൽ നിന്ന്. അൽ മാദി, മുളാരി, അംർ, ഇസ്മുൽ ഫാഇൽ. ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. തഅല്ലമ, യതഅല്ലമു, തഅല്ലം, മുതഅല്ലിമുൻ, തഅല്ലുമുൻ. അപ്പൊ തദക്കറ എടുത്ത് ചോദിക്കാതെ തദക്കറ, യതദക്കറു, തദക്കർ, മുതദക്കിറുൻ, തദക്കുർ. നമ്മൾ ഇസ്മുൽ ഫാഇൽ, ഇസ്മുൽ മഫ്ഊലൊക്കെ പഠിച്ചാൽ അമ്രും, ഇവിടെ അമ്രുണ്ട്. ഇവിടെ 4, 2, 4, 5 രൂപയാണുള്ളത്. മറ്റൊരു നമ്മൾ എന്ത് ചെയ്തു, ഇസ്മുൽ മഫ്ഊൽ ചേർത്ത്. അത് ഞാൻ 6 രൂപങ്ങൾ ഉണ്ടാക്കിയാണ്. യഥാർത്ഥത്തിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഖുർആനിൽ അന്ന് പഠിപ്പിക്കുമ്പോൾ ആ 6 രൂപങ്ങൾ പഠിപ്പിച്ചിരുന്നില്ല. അങ്ങനെ സെലക്ട് ചെയ്ത് പഠിപ്പിച്ചിരുന്നില്ല. പിന്നീട് ഞാൻ മലയാളത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നാലെ ഇംഗ്ലീഷിനും അത് ഉപയോഗിക്കാൻ തുടങ്ങി. എൻ്റെ അടുത്ത് കോപ്പി അടിച്ചാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് പിന്നീട് അദ്ദേഹം അത് പഠിപ്പിക്കാൻ തുടങ്ങി. എന്താണ് എന്തായിരിക്കും എന്താണ്? സംഭാഷണം നടത്തി. ഹദ്ദസ. അപ്പൊ അതിന്റെ മുതാരി എന്താണ്? യതഹദ്ദസു. പിന്നെ കൽപ്പന പിന്നെ മസ്ദർ തഹദ്ദുസുൻ. ഓക്കെ. തകല്ലമ, വേഗം പറയും. തകല്ലമ, തകല്ലമ, യതകല്ലമു, തകല്ലം, മുതകല്ലിമുൻ, തകല്ലുമുൻ, തകല്ലുമുൻ. തകല്ലുമുൻ. അപ്പൊ സംസാരിക്കുന്ന ആൾക്ക് എന്താ പറയുന്നത്? സംസാരിക്കുന്ന ആൾക്ക് എന്താ പറയും? മുത്തകല്ലിം. അപ്പൊ ഇനി നമ്മള് ഗ്രാമർ പഠിക്കുമ്പോഴത്തേക്ക് മുത്തകല്ലിം എന്ന് പറയുമ്പോഴത്തേക്ക് സംശയം തോന്നരുത്. അത് തന്നെ, യാ മുത്തകല്ലിം, സംസാരിക്കുന്ന ആളുടെ യാ. അപ്പൊ തദക്കറ എന്ന് പറഞ്ഞതാണത്. തഅഖറ പറയാ. തഅഖറ, ഇസ്മുൽ ഫാഇൽ, മുതഅഖിറുൻ, തഅഖുറുൻ. ഓക്കെ. അപ്പൊ ബാക്കിയുള്ളത് ഗ്രൂപ്പിൽ എഴുതിയിടുക. ഈ പറഞ്ഞത് ഏത്? മിസാൽ നോക്കണം. ഇവിടെ എന്തുണ്ട്? ഇവിടെ ദുർബലാക്ഷരം ഉണ്ട് അവസാനം. അതുകൊണ്ട് മിസാൽ നോക്കിയിട്ട് നിങ്ങൾ എഴുതിയിടുക. അപ്പോഴാണ് കറക്ഷൻ ഉണ്ടാകേണ്ടത്. എന്ന് എഴുതിയിടും. 2, 3, 4, 5 എണ്ണം ഇന്ന് തന്നെ എഴുതിയില്ല, അല്ലെങ്കിൽ മറന്നുപോകും. നമ്മുടെ സിസ്റ്റം അനുസരിച്ച് വിതിൻ 1 hour റിവൈസ് ചെയ്യണമെന്നാണ്. വിതിൻ 1 hour എന്ന് ഞാൻ പറയുന്നില്ല, ഇന്ന് എപ്പോഴെങ്കിലും എഴുതിയിടുക. അതായത് നമ്മൾ പഠിക്കുന്ന പാഠം വിതിൻ 1 hour റിവൈസ് ചെയ്തെങ്കിലേ എന്ത് ചെയ്യുള്ളൂ, അത് നിലനിൽക്കുള്ളൂ. പിന്നെ 1 hour നടന്നില്ലെങ്കിലും ഞാൻ പറയുന്നത് ഇന്നത്തെ ദിവസത്തിനകം, വിതിൻ 24 hours, വിതിൻ ദ ഡേ, നോട്ട് ഇൻ ദ നൈറ്റ്. ഇന്നത്തെ പകലില് 6 നേരം സമയം, ഇന്നത്തെ പകൽ എഴുതിയ അത് കഴിഞ്ഞിട്ട് പിന്നെ, അപ്പൊ ആദ്യം ഒരു റിവിഷൻ ആവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 24 hours ഉണ്ട്. ആ 24 hoursനകം നെക്സ്റ്റ് റിവിഷൻ നടത്തണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത റിവിഷൻ നടത്തേണ്ടത് അടുത്ത ക്ലാസ്സിന് മുമ്പ്.
വിത്തിൻ 7 days. ഇതിന്റെ ഈ മസ്ദർ എന്ത് രണ്ടെണ്ണം അത് മസ്ദർ വരുമ്പോ എന്താണ്? മസ്ദർ വരുമ്പോൾ അത് നിങ്ങൾ സ്വന്തം എഴുതി നോക്കുക, അത് ചിന്തിച്ചു പഠിക്കുക, കണ്ടെത്തുക. അത് കൊടുത്തില്ല, ഉദാഹരണം നോക്കുന്നത് മനസ്സിലാക്കും. നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ദായുടെ കർത്താവ് എന്താണ്? ദുർബലാക്ഷം വരുന്നതാണ്. ദായുടെ കർത്താവ് ദാഇന്. അൽ വന്നാൽ എന്താവും? ഓക്കെ, അത് എഴുതിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഓരോരോ ഉദാഹരണം പറയുമ്പോൾ ഓരോ വ്യക്തി ഇങ്ങനെ പോകും. ഇതവൻ പലർക്കും എന്ത് ചെയ്യണം? നേരത്തെ അടുത്ത പണിയിലേക്ക് പോകാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഷ, അവന്റെ കലാമിന്റെ ഭാഷ നന്നായി പഠിക്കാനും അത് മുഖേന ഖുർആന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും, അതേപോലെ ഇസ്ലാമിക വിജ്ഞാനീയങ്ങൾ പടർന്ന് പന്തരിച്ചു കിടക്കുന്ന ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിലേക്ക് കടന്നു ചെല്ലാനും, അതേപോലെ ഒരുപാട് വിജ്ഞാനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ അത് ഈ ഭാഷയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിലേക്കൊക്കെ പോകാനും നമുക്കത് ഒരു കവാടമായി വർത്തിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ലിഖാ ബിഇذنില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും.